ഇന്നത്തെ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളേതോ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ ആണെന്ന് തോന്നൂട്ടോ. ശ്രീകുട്ടനും ഭാഗ്യനും സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇതുപോലെ മൂക്കോട് മൂക്കും മുട്ടിയെ കാണാത്ത മഞ്ഞിന്റെ അതിപ്രസരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു അടിപൊളി കാഴ്ച കാണാണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ വീട്ടിലത്തെ അഗത്തിച്ചീര അല്ലെങ്കിൽ അഗസ്ത്യചീര എന്ന് പറയുന്ന ആ ചെടി ഉണ്ടല്ലോ, അതൊക്കെ ആകെ പൂത്തടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് പൂത്ത് കാണുന്നത്. ഗുഡ് മോർണിംഗ്. നമ്മുടെ അഗസ്ത്യചീരമ ചീരി ഉണ്ടായിന്ന് പറയാ, പൂവുണ്ടായിന്ന് പറയാ. പൂവുണ്ടായി, അപ്പോൾ അത് കറി വെക്കാൻ പറ്റണതാ. അത് പൊട്ടിക്കാം. വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല. ഒരു പൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് മുട്ടാണ് കേട്ടോ, അത് വിരിയാണ്ട് ഇനി. പൊതുവെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ചുമപ്പ കളറിലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായത് ഇതാ നല്ല വെള്ള പുഷ്പങ്ങളാണ്. അത് പൊട്ടിക്കാൻ പോലും തോന്നില്ല. പക്ഷെ അത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത് കേട്ടോ. ഒരു കൊട്ടനുള്ളതെന്ന് വിചാരിച്ചേ അടുത്ത് വന്നപ്പോഴല്ലേ കുറെ ഉണ്ടായിരിക്കണം. അടുത്ത് വന്നപ്പോഴല്ലേ ഞാൻ പൊട്ടിച്ചപ്പോഴും ഒരു കൊട്ട നിറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പേരിക്കുള്ളത് ഉണ്ടാവില്ല ഏട്ടാ. കോട പൊന്തരാണ്ട, കാട് കാണാനില്ല. ഇനിയിപ്പോ സൂര്യന്റെ ഉദിച്ചു പറഞ്ഞു. ഇനിയിപ്പോ കാട് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അഗസ്ത്യച്ചീര കിട്ടിയിട്ടുണ്ട്. ഇത് കയ്യോടെ കറി വെച്ച് തരാമെന്നാണ് ശ്രീ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് രണ്ട് ചേട്ടന്മാരേ ഉള്ളൂ പണിക്ക്. അത് കാരണം കൊണ്ട് ചീരയിലത്തെ ഒരു പങ്ക് ചേട്ടന്മാർക്കും കൂടി കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് മടങ്ങണത്. അങ്ങനെ നമ്മുടെ മഞ്ഞൊക്കെ പതുക്കെ നീങ്ങി മഞ്ഞുപാളികൾക്കുള്ളിലൂടെ നമ്മുടെ മലച്ചേട്ടൻ ദാ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. കാലത്ത് എണീറ്റ് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കായക്കൊല വണ്ടിയിൽ കൊണ്ടുവയ്ക്കുക, കുമ്പളങ്ങി എടുക്കുക, ചേന എടുക്കുക, ചേമ്പ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. കുറച്ച് നേരത്തെ പരിപാടികൾ എനിക്കും ഉണ്ടായിരുന്നു. അലക്കാനും അതുപോലെ തന്നെ ഭാഗ്യന് വേദും വെള്ളം വെക്കാനും വിളക്ക് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കിനി ചീര കൂട്ടാൻ വെച്ചാലോ. ഒരു കൊട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര അധികം ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ചെടിയും കൂടി ഉണ്ട് നമ്മുടെ വീട്ടില്, അത് പൂത്തിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ നിറച്ച് പൂത്തിട്ടുണ്ട്. വലിയ വലിയ മുട്ടും പൂക്കളും ഒക്കെയാണ് കേട്ടോ. 20 രൂപയുടെ തൈയാണ് നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുമേ ആ പൂക്കൾ ഉണ്ടായപ്പോൾ എനിക്ക് വന്നൊരു സന്തോഷം ഉണ്ടല്ലോടാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. അഗസ്ത്യചീര, അഗത്തിയില പൂ എന്നൊക്കെ പറയൂലേ. ചെറിയൊരു മണം. ഇതിന്റെ റെഡ് ഉണ്ട് കേട്ടാ. നമ്മളോട് ഇപ്പൊ വെള്ള ഉണ്ടായ, എനിക്ക് അറിയണ്ടായിരുന്നില്ല ഏതാ കളറെന്ന്. ഓക്കെ, അതിന്റെ ഇത് ഉണ്ട്. അതിന്റെ പൂവ് ഇത്ര വലിയ പൂവല്ലേ. പുട്ടുണ്ടാക്കാം ആദ്യം. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കണം. ശ്രീകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ടാണല്ലോ നമ്മൾ പിന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് തുടങ്ങുക. അത് വ്യത്യസ്തമായ ഒരു കാറ്റഗറിയാണ്. അവിടെ ഇറച്ചി മീനൊന്നും നമ്മൾ തൊടാനും തൊടിയിക്കാനും പാടില്ല. അത് കാരണം കൊണ്ട് ഇവിടെ നമ്മൾ മുട്ടയിട്ടിട്ട് അഗസ്ത്യയുടെ ചീര വെച്ചിട്ട് അതുപോലെ തന്നെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൊൻകതിറിൻ്റെ പൊടി അവിടെ നനച്ച് വെച്ചിട്ടുണ്ട് കുറേ അധികം. പിന്നെ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടേതായ റെസിപ്പിയിൽ ചീരയൊക്കെ വെക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്തു എന്ന് മാത്രം. ഇതിന് എന്തെങ്കിലും കളയേണ്ടതുണ്ടോയെന്നാണ് ആദ്യം നമ്മൾ നോക്കിയത്. അപ്പം ആ പൂമ്പൊടിയുടെ ആ ഭാഗം മാത്രം ഉണ്ടല്ലോ, പരാഗണം നടക്കുന്ന സ്ഥലം, അവിടെ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളയാ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ലാന്ന്. അതിങ്ങനെ പൂമ്പൊടി മഞ്ഞ കളറിൽ കയ്യിലാവുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ പ്രത്യേകിച്ച് മണോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ എന്തോ ലൈറ്റായിട്ടൊരു സ്പ്രേയുടെ സ്മെല്ല് പോലെയൊക്കെ ഫീൽ ചെയ്തു. ഫ്ലോറൽ ഒരു മണം വന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ അങ്ങനെ മണം കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ മുട്ടാണ് കൂടുതൽ എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. വിരിഞ്ഞ പൂക്കൾ എടുക്കുന്നത് ഞാൻ വലിയ ആൾക്കാരൊന്നും കണ്ടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ കളയാൻ അതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതും കൂടി എടുത്തു എന്ന് മാത്രം. കണ്ടോ, ഇതിങ്ങനെ ധാരാളം പൂമ്പൊടി അതും ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു കോല അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടാ.
ഒരു പെട്ടെന്ന് തന്നെ അത് വളർന്ന് അങ്ങോട്ട് വലുതായിരുന്നു കേട്ടോ. അടുത്ത ചെടിയുമ്മേ പൂക്കൾ ചുവപ്പ് കളർ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ നമ്മുടെ 2 രൂപയുടെ തൈകൾ മേടിക്കില്ലേ, അവിടെ നിന്ന് മേടിച്ച് 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ തൈക്കോ. പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ പെരിച്ചാഴിയൊക്കെ കുത്തി കളഞ്ഞു എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും. അത് തിരിയും കൂടി നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ അമ്മയുടെ വീട്ടിലുണ്ടായെന്ന് നമ്മൾ വിചാരിക്കും. പൊതുവെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ നല്ല നമ്മുടെ വീട്ടിൽ കേട്ടോ, എൻ്റെ സ്വന്തം വീട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ധാരാളം ഉണ്ടാവും കേട്ടോ. പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ മാത്രമാണ് ഇത്തിരി സ്ലോവിൽ വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. ഇത് പൂവുണ്ടാവണതാണല്ലോ അല്ലേ എന്ന് ഞാൻ എന്തൊക്കെയാ പറയണേ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ എന്തായാലും ചെറിയൊരു സങ്കടം ഉണ്ടാവും. ഇനി എളാമ്മയ്ക്കും അമ്മയ്ക്കും ഇവിടെ ഡെൽസി ആൻറ്റിക്കും ഒക്കെ ഓരോന്ന് മേടിച്ചു കൊണ്ട് കൊടുക്കണം. 20 രൂപയുള്ളൂ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കറിയൊക്കെ വെച്ച് കഴിക്കാമല്ലോ. ഡെൽസി ആൻറ്റി ആണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വെജ് മാത്രമേ കഴിക്കുള്ളൂ. ഇവിടെ പോലെ തന്നെ ചേനയും ചേമ്പും ചീരയും നമ്മുടെ പറമ്പിലിറങ്ങി കാലത്ത് ഓടിക്കൊണ്ട് നടക്കലാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഡെൽസി ആൻറ്റിയുടെ പണി. അപ്പോൾ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയല്ലേ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നന്നായിട്ട് കൂടുന്ന പറയണേ. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലേ എൻ്റെ വാക്കുകളിൽ. അത് കിട്ടിയതിൻ്റെയും അത് പൂത്തേൻ്റെയും ഒക്കെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതാണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ചീര കൂട്ടാൻ വെക്കണ പോലെ തന്നെ വെക്കാം കേട്ടോ. കുഞ്ഞുള്ളിയിലാണ് വെച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും നമ്മുടെ നാടൻ പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ വേപ്പിൻ്റെ ഇലയും അതോടൊപ്പം തന്നെ ഈ പൂവും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂവൊക്കെ എന്ന് പറയണ നേരം കൊണ്ട് വാടി വന്നായിരുന്നു. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പൂവായ കാരണം കൊണ്ടേ ഞാൻ അതിൻ്റെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു ചെറിയൊരു ഭയങ്കര 0.001% ഒരു കയ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വെന്ത് വന്നപ്പോൾ അത് അപ്പാടെ അങ്ങോട്ട് പോയിട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് എന്താ പറയുക വഴണ്ട് വന്നപ്പോഴേ അതിൻ്റെ ഉള്ളിൽ മുട്ടയും അതുപോലെ തന്നെ നാളികേരം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്തു, ഡ്രൈ ആക്കി എടുത്തു. അത്രയും ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടി ഒന്നും ഇടുന്ന പരിപാടി ഇല്ല. നമുക്ക് എല്ലാം നാടൻ പച്ചമുളകിലാണ് കഴിക്കുക. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീകുട്ടനല്ല ശ്രീകുട്ടൻ പുട്ടൊന്നും കഴിക്കില്ല. ഭാഗ്യൻ കാലത്ത് ഇപ്പോൾ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരു 7:30 മുന്നായിട്ട്. അപ്പോൾ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ശീലം, കഞ്ഞി കുടിക്കുന്നത് ആൾക്ക് ബുദ്ധിമുട്ടാണ്. ആൾ പറയും പെട്ടെന്ന് തടിയൊക്കെ വെക്കും. അത് കാരണം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നോളാം മോനെ എന്ന് പറയും. പിന്നെ ഈ പലഹാരങ്ങൾ തിന്നാനായിട്ട് ഭാഗ്യന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ചിലപ്പോൾ അതൊന്നും കിട്ടാത്തതിൻ്റെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കഴിക്കാനാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം ചോറിലുപരി. നല്ല മീൻ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ടും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുക. ഇന്നലെ അല്ലെങ്കിൽ ദോശ പുട്ട് നമ്മൾ ഉണ്ടാക്കണ പോലെ കുറച്ച് പൂരി ഈ വക സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കും. പിന്നെ ശ്രീകുട്ടനെയും കൂടി പരിഗണിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ അവനും കൂടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രം. പിന്നെ ഇന്നിപ്പോൾ ചീരയും പുട്ടും ഇവിടെ ഈ കറികളും പുട്ടും നല്ല കോമ്പിനേഷനാണ്, എല്ലാവരും കഴിക്കും. അത് കാരണം കൊണ്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അഗത്തിച്ചീര അല്ലെങ്കിൽ അഗസ്ത്യ ചീര ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം കേട്ടോ. ഇന്നത്തെ പുട്ട് നമ്മുടെ ചിരട്ടപ്പുട്ട് തവിയിലല്ല, ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലല്ല, നീളം പുട്ടിലാണ്. ഇതെനിക്ക് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഇല്ലേ, കുറ്റൂശ എന്ന് പറയും നമ്മുടെ അവിടെ, അതിനെ ഏതോ ഒരാൾ പ്രസൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നീളം പുട്ട് എന്ന് പറയുമ്പോഴെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കുന്ന ഒരു രൂപമാണ് വരിക അല്ലേ. അപ്പോൾ നമുക്കിന്ന് പുട്ട് കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അഗത്തിച്ചീരി. അഗത്തിച്ചീര ഉപ്പ് നോക്കാനുള്ളതുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് ചേട്ടന്മാർക്ക് കഞ്ഞി കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒപ്പിക്കാണ്ട് പറ്റില്ല. അപ്പൊ തലേ ദിവസം നമ്മുടെ ആയുർജാക്കുമ്പോ ചക്ക ഇങ്ങനെ കുമിഞ്ഞു കൂടിയതിന്റെ ഭാഗമായിട്ട് ഒരു കൊമ്പിടിഞ്ഞു പൊടിഞ്ഞു വീണടാ. അതിലാണെങ്കിൽ 5-6 ഇടിയൻ ചക്കയും ഉണ്ടായിരുന്നു, മൂക്കാത്ത 2-3 ചക്കയും ഉണ്ടായിരുന്നു. ഒരു 5-6-7 ചക്ക പോയിന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നോട് എപ്പോഴും പറയാളമ്മ ഇതിങ്ങനെ കണ്ണിട്ടിട്ടാന്ന് പറയും. നമുക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടാ. അതിലൊരു ഇടിയൻ ചക്ക എടുത്തിട്ട് അമ്മ ഉപ്പിട്ട് വേവിച്ചു വെച്ചു തലേ ദിവസം. നമ്മൾ നമ്മുടെ ഉപ്പേരി എങ്ങനെയാണോ കാച്ചുക, അതായത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിൽ വേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയിലൊക്കെ വാട്ടിയെടുത്തിട്ട് ഈ വേവിച്ച് വെച്ച ഇടിയൻ ചക്ക കൈ കൊണ്ടൊന്ന് കുഴയ്ക്കും, അതായത് ഇടിയൻ പരുവത്തിലാക്കും. എന്നിട്ട് അതിന് അതുപോലെ അങ്ങനെ ഒന്ന് ആക്കിയെടുക്കും കേട്ടോ. ഇതിൽ നാളികേരം ഇടുന്നവരുണ്ട്, പരിപ്പും പയറും ഒക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടന്മാർക്ക് കാലത്തേക്കുള്ള കഞ്ഞിക്കുള്ളത് മാത്രമേ ആക്കണ്ടൂ. ഉച്ചയ്ക്ക് അവൾക്ക് മീൻ കൂട്ടാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കഞ്ഞിക്കുള്ളതാവുമ്പോൾ പിന്നെ വേറെ ഒന്ന് ആഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അതങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെ എനിക്കിതുപോലെ നല്ല എരിവുള്ള കറികൾ കഴിക്കാനാണ് ഇഷ്ടം. ചിലർ പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കും, പക്ഷെ എനിക്കത് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മളിതാ 2 കൂട്ടാനോടൊപ്പമാണ് പുട്ട് വിളമ്പിയത്.
അഗസ്ത്യ ചീര എന്നല്ല കേട്ടോ എന്നെ പറയാ, അഗതിച്ചീര അങ്ങനെയും പറയുന്നുണ്ട്, അഗസ്ത്യ ചീര എന്നും പറയുന്നുണ്ട്. സംഭവം ചെറിയ കയ്പ് ഫീൽ ചെയ്യുന്നുണ്ട് മാറിയാ. അത് ഇപ്പൊ കുട്ടിന്റെ കൂടെ ഫീൽ ചെയ്യില്ല, തന്നെ ചെറിയൊരു കനപ്പ്, അത് വളരെ മൈന്യൂട്ടായിട്ട്. ഫുള്ള് വേദനയില്ല, മുമ്പ് കഴിച്ചാൽ നല്ലതല്ലേ. അല്ലെങ്കിൽ ചിലപ്പോ കയ്പ് കൂടൂല്ലേ. ഇടിയഞ്ചക്ക അമ്മ വേവിച്ചു വെച്ച് പോയതാ. അങ്ങനെ ഞാനും ഭാഗ്യന്റെ കൂടെ കൂടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാലത്തൊരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണി വരെ അതുമ്പോൾ നിൽക്കുമായിരുന്നു ഞാൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ കുറേ കാര്യങ്ങൾ മാറും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നേരത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതിൻ്റെ പേരിൽ എനിക്ക് ചേച്ചിമാരെ കയ്യിൽ നിന്ന് ഒരുപാട് ചീത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോറി ചേട്ടന്മാരെ കയ്യിൽ നിന്നും. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഇരിപ്പായിട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഒരുവിധം കെയറുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ പിഗ്മെൻറ്റേഷൻസിനും സൺ ടാൻ അടിക്കലും ഈവൻ ടോൺ ആവാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 30 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യണം. ഇതിങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഓസിവയുടെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഓസിവിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 30 ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രോബ്ലംസ് വരും, ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നമ്മൾ അൺസ്റ്റേബിൾ ആവുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ പുറത്തുനിന്ന് എന്തൊക്കെ കെയർ കൊടുത്താലും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പോലെ തന്നെ കുറച്ച് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിയ സമയത്ത് ന്യൂ ഇയർ ആവാൻ നിൽക്കണ്ട, എന്നാൽ പിന്നെ കുറച്ച് മുമ്പായിക്കൂടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നവംബർ തൊട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഓസിവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ബയോ ആക്റ്റീവ് ഗ്ലൂട്ടാഫീസി ടാബ്ലറ്റ് ആണ് ഇത് വരുന്നത്. സാധാരണ ഒരു ടാബ്ലറ്റ് വെള്ളത്തിലിട്ട് അങ്ങനെ കുമിളകളായിട്ട് വന്നിട്ട് കഴിക്കില്ല, അങ്ങനത്തെ ഒരു ടാബ്ലറ്റ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു റേഡിയൻസ് സ്കിന്നിന് വേണ്ടിയിട്ടും ഹൈഡ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 ml വാട്ടർ എടുക്കുന്നു, അതിൽ നമ്മൾ ഈ ഒരു ടാബ് ഇടുന്നു, കഴിക്കുന്നു. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മളിത് കൺസേൺ ചെയ്യുന്നുണ്ട്. ഈ ടാബ്ലറ്റ് നമ്മളിതിൽ ഇടുന്നു, ഇതിൻ്റെ ആ ഒരു ഫിസിനെസ് പോകുമ്പോഴേക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നു. വർക്കൗട്ടിന് മുൻപോ അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇത് കൺസ്യൂം ചെയ്യാൻ പറ്റും കേട്ടോ. 1-2 ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് കാര്യമായ മാറ്റം കാണാൻ പറ്റുമെന്ന് പറയില്ല. കുറച്ചധികം ദിവസം കഴിയുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഫെയ്ഡ് ആവുന്നതും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ടും ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 1-2 മാസത്തെ ഒരു കൺസ്യൂമിങ് റിസൾട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. നല്ല മാറ്റമുണ്ട്, ആദ്യത്തിൽ നിന്നൊക്കെ നന്നായിട്ട് മാറി, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയില്ലേ. നമുക്ക് തന്നെ ഒരു മാറ്റമൊക്കെ വേണമെന്ന് തോന്നുന്ന സമയത്ത്, നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങിയില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു സംഭവം കൂടെ. ഇതൊരു സ്ട്രോബെറി ഫ്ലേവറാണ്, ചെറിയൊരു പുളി നമുക്ക് തന്നെ ഫീൽ ചെയ്യും, കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ ആഡഡ് ഷുഗറോ കാര്യങ്ങളോ ഫ്ലേവേഴ്സോ അതൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം. ഇതിൽ സ്വീറ്റ്നെസ് ഒന്നും അവർ ആഡ് ചെയ്തിട്ടില്ല, ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ കളറും ഇല്ല, പിന്നെ ആർട്ടിഫിഷ്യൽ അതായത് ആഡഡ് ഷുഗറും ഇല്ല. അത് കാരണം നമുക്ക് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് ഒരു ടാബ്ലറ്റ്, ഒരു നമ്മുടെ റൗണ്ട് ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് നമ്മളൊരു 150 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പദം ഇങ്ങനെ വരില്ലേ, അത് നിൽക്കണേക്കാളും മുന്നേ നമുക്കത് കുടിക്കാം. അങ്ങനെയാണ് അവർ പറയണത് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് നമ്മളിൽ തന്നെ നല്ലൊരു മാറ്റം വേണം, നമ്മൾ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലത്തെ സപ്ലിമെൻറ്റ്സ് എടുക്കണമെന്ന് നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും പിഗ്മെൻറ്റേഷൻ ഫ്രീ ആയിട്ടുള്ള ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്കിന്നൊന്നും വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് തന്നെ തോന്നുന്നില്ലേ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ സപ്ലിമെൻറ്റുകൾ എടുക്കാം. ഓസിവയുടെ വേറെയും കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓൾറെഡി. ഇപ്പം എനിക്ക് തോന്നി ഇതാണ് ആവശ്യം, കാരണം നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നിട്ട് നിറയെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കെയർ നമ്മൾ കൊടുക്കാറുണ്ട് ഓൾറെഡി, എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യും, പക്ഷെ ഉള്ളിലേക്ക് ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പോരാ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂ പറയുന്നത് പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ട്, അപ്പോഴാണ് ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചു തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഒരു മാസമൊക്കെ കഴിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ പൈസ മുടക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരാത്തത് ഇതാ ഈ ഒരു സംഭവം കൊണ്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റുമായിരിക്കും. അത് കാരണം കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുന്നേ, ഞാൻ പറയണമെന്നല്ലേ. നല്ല മാറ്റം ഉണ്ടാവും. എനിക്ക് ഇവിടുത്തെ നിറയെ പിഗ്മെന്റേഷൻസും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഫെയ്ഡായി പോവാ. നമ്മൾ യൂസ് ചെയ്ത് തന്നെ പിറ്റേ ദിവസം വലിയ മാറ്റം കാണുന്നൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. അത് ഒന്നിനും കാണില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ഓക്കെ ആവും. പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, വരാതെ നോക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം, നല്ല രീതിയിൽ വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഫുഡ് കഴിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ്, അല്ലാണ്ട് ഈ ഒരു കാര്യം കഴിക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് എൻ്റെ സ്കിൻ എന്താ നന്നാവാത്തതെന്നൊന്നും ചോദിക്കരുത്. ഇത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സപ്ലിമെൻസുകളാണ്. അപ്പോൾ അത് അതിൻ്റെ ജോലി ചെയ്യും, നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ എല്ലാതും. അത് കാരണം തന്നെ നമുക്കിതിൽ എത്ര എനർജി ഉണ്ടെന്നോ കലോറി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ എത്ര ഉണ്ടെന്നോ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഏതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഡിക്കേഷനും കോൺട്രാൻഡിക്കേഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുവിധം കഴിക്കാനാണ് അവർ പറയണത് കേട്ടോ. പിന്നെ ഇതെങ്ങനെ കഴിക്കണം എന്നുള്ള അതും അതിൻ്റെ വില അടക്കം ഇതുമ്പോൾ തന്നിട്ടുണ്ട്. ഇത് 1 മാസത്തെ ഒരു പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടണമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കഴിഞ്ഞു, എൻ്റെ 1-2 കഴിഞ്ഞു. അതിൽ 1 മാസത്തിൽ പകുതി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇത്രയായില്ലേ. അപ്പോൾ ബാക്കി ഇതും കൂടി ഉള്ളൂ എൻ്റെ. ഞാൻ അടുത്തത് ഓർഡർ ചെയ്യണം. ഞാനിങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് തോന്നുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനത് വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്താലോ കുട്ടിയിലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് മേടിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ചേട്ടന്മാർക്ക് കഞ്ഞിയും കൊടുത്ത് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് മുടി വെട്ടിയിട്ട് വരാം. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് മുടി വെട്ടണമെന്ന്. ഭാഗ്യൻ എപ്പോഴും പറയും ഭാഗ്യം വരെ നമ്മുടെ 4-ാം നൂറ്റാണ്ടിലത്തെ വ്യക്തിയാണ്. അപ്പോൾ ഭാഗ്യന് മുടി കളർ ചെയ്യുന്നതൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എന്നോട് എപ്പോഴും പറയും, അയ്യേ ഈ കളർ ചെയ്ത മുടി. അപ്പം ഞാൻ ഈ കളർ ചെയ്ത മുടിയോട് വെട്ടാൻ പോവാ. അറിയില്ല കേട്ടോ, അവിടെ ചെന്നിട്ട് എന്താണെന്ന് അറിയില്ല. ഭാഗ്യ കാണാല്ലേ ഭാഗ്യന്? ഞാൻ തൃശ്ശൂർക്ക് പോവാണ് ഗൈസ്. മുടി വെട്ടാൻ പോവാണ്. മുടി പഠിച്ചിട്ട് വന്നാൽ മതി. ചെമ്പനൊക്കെ കാട്ടി കളഞ്ഞോ? ചെമ്പനൊക്കെ കാട്ടിക്ക് കളയാൻ. അനിയൻ ഗൾഫിൽ പോയി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇളയമ ഉണ്ടാക്കിയിട്ടുണ്ടായ പായസമൊക്കെ ആയിട്ടാണ് ഇളയമ വന്നിട്ടുള്ളത്. ഞാൻ ഭാഗ്യനെ വെറുതെ ചൊറിയാൻ വേണ്ടി പറയണതാണ് കേട്ടോ. നിങ്ങളത് കാര്യമാക്കണ്ട. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ കടയിൽ ഇറങ്ങി, കടയിൽ പച്ചക്കറികളും കടയിൽ നിന്ന് ബാക്കിയുള്ള സംഭവങ്ങളും കണക്കും ഒക്കെ നോക്കി നമ്മൾ തൃശ്ശൂർക്ക് പോവാണ്. ഭാഗ്യനെ എന്നെ തൃശ്ശൂർ ഉപേക്ഷിക്കൂ കേട്ടോ. വാഴത്തോട്ടത്തിൽ എത്തിയതാട്ടാ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിറയെ പയറും കാടുമായിട്ടല്ലേ കണ്ടേ. ഇപ്പോൾ ഉണ്ടോ ഒരു എന്താ പറയട്ടെ, കാടും പടലും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ അതിഗംഭീരമായ ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ വാഴത്തോട്ടം. ഇതൊരെണ്ണം കേട്ടോ. ഇതുപോലെ അപ്പുറത്തുപുറത്തൊക്കെ ഉണ്ട്. ഭാഗ്യന്റെ പ്രതീക്ഷയാണ് ഈ വളർന്നു വരുന്നത്. നന കൂട്ടാറായി. അടുത്ത ആഴ്ചയിൽ നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ നോക്കണം. മഴ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതില്ലെങ്കിൽ ഡിസംബർ 20-25 ഒക്കെ ആകുമ്പോഴേക്കും നനയ്ക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പുറത്തെ തോട്ടത്തിലേക്ക് പോവാം. നമ്മൾ ഏറ്റവും അധികം വിപുലമായി വാഴ വെച്ചിട്ടുള്ളൊരു വർഷമാണിത്. കുറച്ചധികം വാഴകൾ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യൻ്റെ എല്ലാ പ്രതീക്ഷകളാണ് വളർന്നു വരുന്നത്. വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ പൂവനും റോബസ്റ്റും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ പുളി കണ്ടത്. അവിടെ ഒരു വലിയ പുളിമരം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഈ പുളിയൊക്കെ കഴിച്ചതിന് ദൈവമേ ഒരു കയ്യും കണക്കുണ്ടായിരുന്നില്ല. പഞ്ചസാരയിൽ മുക്കിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുമായിരുന്നു ഒരുപാട്. ചേച്ചീനെ വെയിറ്റ് ചെയ്ത് കേട്ടാ. ചേച്ചിക്ക് ക്രിസ്മസിന്റെ നല്ല തിരക്കുണ്ട്. പക്ഷെ ഭാഗ്യന് ഞാനിപ്പോഴും കുണ്ണുവാവയാണ്. കുണ്ണുവാവ ആൾക്ക് സമാധാനം അത്ര. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കേ, ഞാനൊരു 5-6 കൊല്ലം ഒന്നില്ലെങ്കിൽ 10-17 വയസ്സുള്ളപ്പോൾ പൂനെയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു വന്ന എൻ്റെ മഹത്വം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാര്യം അതൊരു സ്വയം പുകഴ്ത്തലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. പൂനെ ജീവിതം പല കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചില്ല. അതെനിക്കൊരു മുതൽക്കൂട്ടാണ്. എനിക്ക് പറ്റും തന്നെക്കായാലും പറ്റുന്നു. പക്ഷെ ഈ ഭാഗ്യം ഇപ്പോഴും ഞാൻ കൊണ്ടുപോവാ. ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്നേ. വെരി ടോക്സിക് റിലേഷൻസ് അറൗണ്ട്. ടൗണിലേക്ക് ഒറ്റയ്ക്ക് പോണേ. ടൗണിലേക്ക് എന്ന് പറയുന്നത് എവിടേക്കാന്ന് പറയാം? നമ്മുടെ തൃശ്ശൂർക്ക്. നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതാ.
എന്റെ ചേട്ടൻ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലല്ലേ. തൃശ്ശൂരാ ടൗണില്. ഇനിയിപ്പോ ഞാൻ കൃഷ്ണന്റെ കടയിൽ പോവാണെങ്കിലും ചേട്ടന്റെ പിന്നാലെ വരും. ഭയങ്കര ടോക്സിക് ആണേ. പൊസസീവ്നെസ് കൂടിയിട്ടുള്ള ടോക്സിക് റിലേഷനിലാണ് ഞാൻ. നിങ്ങളത് മനസ്സിലാക്കണം ഗൈസ്. ഇതിന്റെ സ്നേഹം എന്നൊക്കെ നമ്മള് ടോക്സിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ചർച്ചാ വിഷയമാണല്ലേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയുന്ന സ്വഭാവമുണ്ട്. ഭാഗ്യം ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് മാന്താറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടോക്സിക് ആവാറുണ്ട് പല കാര്യങ്ങളിലും. ചില സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു മാത്രം. അല്ലാത്ത പക്ഷം റിലേഷൻസ് ഒക്കെ പകുതിക്ക് വെച്ച് അങ്ങോട്ട് മുറിഞ്ഞു പോകില്ലേ. അങ്ങനെ നമ്മൾ ഭാരതിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പൊതുവെ ചന മസാലയാണ് ഞാൻ കഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചനേരത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചോറ് വേണ്ടായിരുന്നു. എൻ്റെ പുട്ട് ഒരു വശത്തേക്കും പോകാണ്ട് കല്ല് വിഴുങ്ങിയാണ് അവിടെ കിടക്കണ്ടായിരുന്നത്. ചേച്ചിയാണെങ്കിൽ ചോറ് മേടിച്ചത് അബദ്ധമായി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയത് നമ്മുടെ തൈര് വടയാണ് കേട്ടോ. നല്ല ലസിയിലിട്ട തൈര് വടയാണ്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. നല്ല വിശപ്പുള്ള സമയത്ത് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊളിയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നപ്പോൾ ഞാൻ മുടി വെട്ടുന്നതിനേക്കാളും മുന്നൊന്ന് ഹെയർ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നല്ല സീറൊക്കെ പുരട്ടി വെച്ചിട്ടാണ് പോയിണ്ടായ. എന്തായാലും ഇവിടെ പിടിച്ച് കിടത്തി മുടി വെട്ടുന്നുള്ള കാര്യം, പക്ഷേ കുളിപ്പിക്കുന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പം പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് മുടിയിലൊന്നും വലിയ പണി ഉണ്ടായിരുന്നില്ല. നല്ല സർവീസാണ് കേട്ടോ അവിടുത്തെ. അപ്പം ഞാൻ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണത്. ആൾ നല്ല രീതിയിൽ ഒരു സ്പായൊക്കെ ചെയ്തു തന്നു എനിക്ക്. അപ്പോൾ മുടി ആരെങ്കിലും കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. ഞാൻ നന്നായിട്ട് നീളം കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഷെഫിനാൻ്റെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുടി വെട്ടിക്കളഞ്ഞ നമ്മുടെ അമ്മമാരെയൊക്കെ പോലെ മുടി വെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മുടി നല്ല അടിപൊളി ഒരു സ്പായൊക്കെ കഴിഞ്ഞ് ലോരിയലിൻ്റെ സൂപ്പറായിട്ടുള്ള ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുടി വെട്ടാൻ തയ്യാറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഷെഫിനാൻഡി കേട്ടോ. ഷെഫിനാൻഡി ഇപ്പോൾ തൃശ്ശൂർക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. തൃശ്ശൂരുണ്ടായിരുന്നു. ആദ്യ തൃശ്ശൂരില്ലേ? തൃശ്ശൂർക്കാരിയായിരുന്നു ആണ് ഇപ്പോഴും. പക്ഷെ നമ്മള് തൃശ്ശൂർക്കാരെല്ലാവരും പറഞ്ഞ് നമ്മള് ബിനിയിൽ ഓപ്പൺ ആക്കിയതാണ്. അപ്പൊ ഞാനിവിടെ വിളിച്ചു ഇങ്ങനെ കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു മുടി കൊടുക്കുമ്പോ. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മുടി കൊടുക്കുമ്പോ നമ്മള് നല്ലൊരാളുടെ കയ്യിൽ കൊടുത്തില്ല. അപ്പൊ ആന്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇവിടെ വന്നതാ പ്രശ്നം. ആന്റി മേക്കപ്പ് എന്നുള്ള സാധനം അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് ഏത് ഇതിനും നമുക്ക് മേക്കപ്പ് വേണ്ട. ഇവിടെ മാത്രമല്ല ഇത് അപ്പൊ ഐബ്രോ ഒക്കെ നല്ല നാച്ചുറൽ ഫേസിൽ ലിഫ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എല്ലാവരും പ്രശ്നമാണല്ലോ. ഈ ആ ചെറുപ്പത്തിൽ പിടിക്കാൻ വലുപ്പത്തിലുണ്ടാവില്ല. ഈ ഒരു ഗ്യാപ്പൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ആന്റി. അത് കാരണം പുരുകം കൊടുക്കാൻ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതൊട്ടും ആർട്ടിഫിഷ്യൽ ആക്കില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാനതൊട്ടും പ്രതീക്ഷിച്ചിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ മുടി വെട്ടുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആന്റി പറഞ്ഞു ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പേ തന്നെ എന്തോ സൊല്യൂഷനൊക്കെ പുരട്ടും. എന്നിട്ട് ജസ്റ്റ് നമ്മളൊരു ഒന്ന് ഹാർഡാക്കും വേദന എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു നീഡിൽ പ്രിക്കിംഗ് ആണേ. അപ്പം മുടി വെട്ടിയിട്ടാവാന്ന് വിചാരിച്ചു ഈ പരിപാടികളൊക്കെ കേട്ടോ. അപ്പം ആൻറ്റി മുടി വെട്ടാൻ പോവാണ്. ഞാൻ പറഞ്ഞു കയറ്റി വെട്ടാൻറ്റി ഇത് പറയുന്നതോട് ആൻറ്റി ഇറക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഒരുപാട് പടങ്ങളൊക്കെ കാണിച്ചു തന്നു. അതായത് പിക്ചേഴ്സൊക്കെ കാണിച്ചു തന്നു വെട്ടുന്നതിൻ്റെ. വിശാൽ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനല്ല അനിയനാണ് കേട്ടോ. ആളാണ് മുടി വെട്ടിയത്. നല്ല രീതിയിൽ വെട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ട ഭാഗ്യന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്താ പറയാ കളറ് പിടിച്ച മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു വന്നു. ഞാനത് ശ്രദ്ധിക്കണ പോലും ഇല്ല എത്ര മുടി വെട്ടുണ്ടെന്ന്. ഞാനിപ്പോഴത് നോക്കുന്നത്. മുടി എന്തായാലും വളരുമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ബൊട്ടോക്സ് ഒക്കെ ചെയ്ത് മുടിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ 7000 രൂപയുടെ മാറ്റമൊന്നും മുടിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് ഈ ലോങ് ഹെയർ ചേരുമില്ല. എൻ്റെ മുഖത്തിന് എപ്പോഴും നല്ല ഷോർട്ടായിട്ട് ഫേസ് ഫ്രെയിം ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് എനിക്ക് ചേരുക. എന്നോട്ട് മുടി നീളം വെച്ച് തുടങ്ങി അന്നോട്ട് എൻ്റെ മുടി ഷോർട്ടാണ്. ഇത് ഇപ്പോഴാണ് കുറച്ച് വലുതായി. ഞാൻ പറയാം അപ്പം ആ നീണ്ടു കിടക്കണ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് വെട്ടിത്തരും ആൻറ്റീന്ന്. അങ്ങനെ കുറച്ച് ഏകദേശം നിങ്ങൾ ഈ കാണുന്ന സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനലായിട്ടുള്ള മുടിക്കെട്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് പ്രായം കുറഞ്ഞ പോലെ തോന്നണില്ലേന്ന് പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക കുറച്ചിങ്ങനെ ഇങ്ങനെ മുടിയൊക്കെ നീളത്തിൽ നിൽക്കുമ്പോഴേ ഇത്തിരി പ്രായം കൂടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ കുറച്ച് യങ്ങായ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നേ. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയ സമാന്തര രേഖ പോലെ ഇപ്പോൾ ഒരു മാറ്റമൊക്കെ ആയി. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ പണി പിടിക്കാൻ പോകുന്നത് പുരികത്തുന്നതാണ്. ഇതിവിടെ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഇതാണ് എൻ്റെ ഗ്യാപ്പ്. അത് കറക്റ്റ് ഒരു ഗ്യാപ്പാണ്, ഒരു വെട്ടാണ്. അത് ബൈ ബർത്ത് 2 സൈഡിലും ഉണ്ട് കേട്ടോ.
ആൻറ്റി പറയുന്നത് അത് നമുക്ക് ഫില്ല് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആൻറ്റീനെ കൂടെ ഏൽപ്പിച്ചു. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തീരുമാനിച്ചു പോയ പരിപാടിയല്ല കേട്ടോ. അവിടെ അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞ് തന്നെ ആൻറ്റി സജസ്റ്റ് ചെയ്തപ്പോഴാണ്. ഇതാണ് നമ്മുടെ ഗ്യാപ്പ് വന്നിട്ടുള്ള ഏരിയ. ഒരു പ്രിക്കിങ് പെന്നാണ്. അതിങ്ങനെ ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതൊരു എന്താ പറയുക, ഒബ്രോയ് എന്താ പറഞ്ഞില്ല ആൻറ്റി, ഒബ്രോയ് ടാറ്റൂയിങ് അങ്ങനെ എന്തോ പരിപാടിയാണ്. ഒരു കളർ കൊടുക്കുകയാണ്, പെർമനൻറ്റ് ഐബ്രോ കൊടുക്കുകയാണ്. അപ്പോൾ ഐബ്രോ ഒക്കെ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയ കാരണം കൊളാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇരുന്ന് കൊടുക്കാറില്ല. പക്ഷേ ഷെഫിൻ ആൻറ്റി ആയ കാരണം എനിക്ക് അത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തരുള്ളൂ എന്നറിയാം. മുടി പോലും ഇത്തിരി കയറ്റി മുറിക്കാൻ മടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റും ഒന്നും എനിക്ക് അറിയില്ലടാ, കാരണം എനിക്കത് ആൻറ്റി ഫ്രീ ആയിട്ട് ചെയ്തു തന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഐബ്രോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. ഇവിടെ വന്നപ്പോൾ ആൻറ്റിയുടെ സജഷൻ ആയിരുന്നു. ഇവിടെ ഗ്യാപ്പ് കണ്ടപ്പോൾ ഓംബ്ര ഐബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടെക്നിക്ക് ഉണ്ട്, അത് ചെയ്യാമെന്നുള്ളത്. ആൻറ്റി എറണാകുളത്തെ ഷോപ്പിലാണ് മിക്കതും ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് മുടിയല്ലേ ആൻറ്റീനെ കൊണ്ട് തന്നെ വെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ച് പോയി. ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ ആൻറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് 2 റാപ്പൊക്കെ മേടിച്ചു. കുഞ്ഞിന് ഒരെണ്ണം ശ്രീകുട്ടന് ഒരെണ്ണമൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കടയിലേക്കാണ് കേട്ടോ. എനിക്ക് ചുണ്ടിലും കോണ്ടോറിങ് ചെയ്യാനായിട്ട് ആൻറ്റി സജസ്റ്റ് ചെയ്തായിരുന്നു. ഡാർക്ക് ലിപ്സ് ആയ കാരണമുണ്ട്. പക്ഷെ അതിനുള്ള ത്രാണി എനിക്ക് ഉണ്ടായിരുന്നില്ലടാ. ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വരുമ്പോഴൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ KSRTC ബസ് ഇടിച്ച് തകർത്തിട്ടുള്ള നമ്മുടെ ശക്തൻ തമ്പുരാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു പാഴ്സലൊക്കെ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കടയിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നിങ്ങൾ വലിയ കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അത്ര വലിയ മാറ്റമൊന്നും എനിക്ക് മുടി വെട്ടിയാലും വരാറില്ല. ശ്രീകുട്ടൻ പറഞ്ഞു അമ്മ നന്നായിട്ടുണ്ട് എന്ന്. അത്ര മാത്രമേ ഇനി ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായുള്ളൂ. നമുക്ക് ഇടാൻ്റെ മുടി സൂപ്പറായിട്ട് വൃത്തികേട് മാറി കിട്ടിയിരുന്നു. ഇനി കുറച്ച് ദിവസം ഇതുമ്പോഴോ പരിപാടി. കടയിലേക്ക് വരൽ വളരെ കുറവാണ് കേട്ടോ. വന്ന ദിവസങ്ങളിൽ ഒരാഴ്ചക്കൊക്കെയുള്ള പച്ചക്കറി നമ്മൾ എടുത്തു വെച്ചിട്ട് പോവും. ചില ദിവസങ്ങളിൽ നമുക്ക് പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറമ്പിലൊക്കെ പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചക്കറികൾ ആവശ്യമായിട്ട് വരുമല്ലോ. പിന്നെ സവോള, പച്ചമുളക് ഈ വക സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വേണ്ടി വരുള്ളൂ. പച്ചമുളക് വേണ്ടി വരികയില്ല. സവോള, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ് അതൊക്കെയാണ് നമ്മൾ കൂടുതലും മേടിക്കുക. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ അമ്മേനെയും പിടിച്ചായിരുന്നു. ഒപ്പം തന്നെ ചടിച്ച് വെട്ടി ഭാഗ്യം എന്താ കൈക്കോട്ടുണ്ടായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ആശാരിയെ കൊണ്ട് പണിയിപ്പിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും എടുത്തു. ഇതിനാരങ്ങാണ്ട് കുത്തി നോക്കിണ്ട് പണിക്ക് ഉറുമ്പ് കയറിയിരിക്കുന്നു. ആരോ ഇങ്ങനെ പഴുത്തതാണെന്ന് വെച്ചിട്ട് കളർ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പറമ്പിലേക്ക് എന്തെങ്കിലും ജോലിക്ക് വന്നവരായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ കുത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ പഴുത്തിട്ടില്ല. പക്ഷെ ഇന്നത് ബോള് പറയല് പഴുത്തു അമ്മാന്ന്. നല്ല മണാട്ടാ. അപ്പോൾ നാളികേരം അന്വേഷിച്ച് വന്നാൽ മൂളു. അപ്പോൾ കണ്ടതാ. അപ്പോൾ നമുക്കതിനെ മുറിച്ചെടുക്കാം. ചക്ക വെട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ പോകുന്നത് തന്നെ. അങ്ങനെ പറമ്പിലെത്തിയപ്പോൾ അവിടെ ഒരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. ആ ചക്ക പൊളിച്ചു നോക്കിയതും വല്ലാത്തൊരവസ്ഥയായിരുന്നടാ. ശ്രീ വാങ്ങിച്ചു തന്ന ചെരുപ്പാ പേടിച്ചിട്ട് ഒരു കൊല്ലം പറയാൻ തോന്നുന്നുണ്ട്. കൊറേ കാലമായി മേടിച്ചിട്ട് ഞാൻ ഇടാറില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ പിന്നെ ചെരുപ്പ് മേടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ചെരുപ്പൊക്കെ ആളെന്നെ മേടിക്കാറ്. 7000 രൂപ ചെരുപ്പാണെന്നും പറഞ്ഞ് തുന്നിക്കാൻ എന്താ നയിച്ചിട്ടുണ്ടായില്ല എൻ്റെ കയ്യില്. എന്നെ നാറ്റിക്കല്ലേ ബാക്കി നിങ്ങള്. ഇങ്ങനെയുണ്ട് ഗൈസ്. സൂപ്പർ ചെരുപ്പാ. വുഡ്ലാൻഡ് തന്നെയാണ് ആള് കുറെ നാളായിട്ട് ഇടാറ് കേട്ടോ. അത്ര വെളിച്ചെണ്ണ പറ്റായിരുന്നില്ല കേട്ടോ കാലമ. വെളിച്ചെണ്ണയൊക്കെ പിന്നെ പറ്റാം. ബാഗിന്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാട്ടാ. നല്ല വുഡ്ലാൻഡ് ആണ് അത്. നല്ല എന്താ പറയാ പട്ടുമെത്തയില് നമ്മൾ ചവിട്ടി നടക്കണ ഒരു ഫീൽ കിട്ടും. അതെടുത്താ ഇവിടെ വെച്ചോ. ഓ ഇതൊക്കെ ഇട്ട് വാഴപ്പൂല്ലേ ചേട്ടാ? ചേട്ടാ പോവാനല്ല, വാഴയ്ക്ക് പോകുമ്പോ വാഴയെ പോകുമ്പോഴും ചേട്ടാ അത് ഇടും.
വാഴ പൂമ്പഴും ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ വുഡ്ലാൻഡൊക്കെ ഇട്ടിട്ടാണ് പോവാറുള്ളത്. അത് കാരണം കൊണ്ടാണ് ഈ ചെരുപ്പൊക്കെ കൊടുക്കാണ്ട് വെക്കുന്നത്. മാത്രമല്ല വെള്ള ഷർട്ടും വെള്ളമുണ്ടും മാത്രമേ എടുക്കുള്ളൂ. അതിലൊക്കെ അഴുക്കാക്കി വെക്കുകയും ചെയ്യും. വാഴക്കറയൊക്കെ പോവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചക്ക മുറിച്ചപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലായിരുന്നു എന്ന്. ഒരു സൈഡൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷേ ബാക്കിയുള്ള സൈഡ് ഇതുപോലെ തന്നെ ചീഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മളക്കുറവ് മൂലമാണ് അത്ര ഇങ്ങനെ ഉണ്ടാവണത്. അത് കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇത്തിളൊക്കെ പാവി ഇങ്ങനെ തുറന്ന് പാവിയിട്ട് നനച്ച് കൊടുക്കണം എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കാലത്ത് വെച്ച കറികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയല്ല, ഞാൻ കുക്കറിലാണ് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ നമ്മൾ കഴുകി അടപ്പത്തിട്ടിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ആ വായു ഫുള്ളായിട്ട് റിലീസ് ആവുന്ന വരെ നമ്മുടെ കുക്കറിന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെന്ത ചോറ് കിട്ടും. പിന്നെ നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. വൈകുന്നേരങ്ങളിൽ ചോറില്ല എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ നമുക്ക് പണിക്ക് ചേട്ടന്മാരൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയൊക്കെ ഉള്ളതല്ലേ, അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു മീനൊക്കെ വറുത്ത് അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ അയില വറുത്തു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. നമ്മളിന്ന് തൃശ്ശൂർ പോയപ്പോൾ ഞാൻ അവിടെ കൂട്ടുകാരുടെ അടുത്ത് വർത്താനം പറയുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വർത്താനം പറയണം കേട്ടോ വീഡിയോ കോളിൽ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടും അവരോടുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചൂരിയൻ്റെ മാരിനേറ്റ് ചെയ്ത സുഗുണ ചിക്കൻ ഇവിടെ സുബിച്ചേട്ടനുണ്ടല്ലോ, ഏട്ടൻ്റെ ഫ്രണ്ട്, ആൾ തന്നു കേട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ഇവിടെ മീനാവുമ്പോൾ വേപ്പിൻ്റെ ഇല പോലും ഇടുന്നത് ഇഷ്ടമില്ല ഭാഗ്യന്. അയിലയിൽ നമ്മൾ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് തിരുമ്മി കൂട്ടി 10 മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കില്ലേ, അതാണ് അത്ര മീനിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കുക. അത് കാരണം നമ്മളതിൽ വേപ്പിൻ്റെ ഇല പോലും ഇടാണ്ടാണ് ഇന്ന് ഞാനത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വൈകുന്നേരം നമ്മളിപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് വയ്യാണ്ടായിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുടിയൊന്നൊക്കെ വെട്ടിയിട്ട് ഇത്തിരി മാനസിക സുഖത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ വയ്യാണ്ടായിട്ട് വരുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ വൈകുന്നേരം ഫുഡൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മുടെ വ്ളോഗിങ് കൂടെ ഉപേക്ഷിക്കും. പിന്നെ ആടി പാടി തൂങ്ങിയൊക്കെയാണ് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആടി തൂങ്ങൊന്നും വേണ്ട, ഇങ്ങനെയും ഒരു ഫേസ് നമുക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ടത്. ഇപ്പോൾ വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും കേട്ടോ. ഇതിപ്പോൾ അമ്മ നേരത്തെ പോയി കിടന്നായിരുന്നു. അമ്മ വണ്ടിയിൽ നിന്ന് വീണിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുക, മേലുവേദനയൊക്കെ ആയിരുന്നു എന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തായിരുന്നു കേട്ടോ അമ്മ. പിന്നെ ചേച്ചിയുടെ അടുത്ത് നിന്ന് 2 ദിവസം ഞാൻ എൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അമ്മേനെ. അച്ഛൻ മണ്ണമ്പട്ട തന്നെയാണ്, അമ്മച്ചന് അവിടെ പണീൻ്റെ അത്ര വാഴയിൽ. അപ്പോൾ അച്ഛൻ വന്നില്ല, അമ്മേനെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് നേരത്തെ കിടത്തി ഉറക്കി. അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചു, നല്ല ഉള്ളിയും പിന്നെ നാടൻ പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി മുട്ട. ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലടാ. നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോറിൻ്റെ ഒപ്പം ഉപ്പും മുളകുമായിട്ട് കഴിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ മുട്ടയും നമ്മുടെ മീൻ വറുത്തതാണ് സംഭവമായിട്ടുള്ളത്. എന്തിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ള കാരണം കൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് സ്ട്രെസ്സ് ഫുഡിന് വേണ്ടി കൊടുക്കേണ്ടി വരാറില്ല. പിന്നെ ചില സമയങ്ങളിൽ ഷൂട്ട് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പികൾ വെറൈറ്റി ആയിട്ട് പറഞ്ഞു തരണ്ടേന്ന് തോന്നുന്ന സമയങ്ങളിലാണ് നമ്മളങ്ങനെ കാര്യമായി കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ 1-2 ദിവസത്തേക്കൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഓവനൊക്കെ ചെയ്ത് തന്നെയാണ് നമ്മൾ കഴിക്കാറുള്ളത് കേട്ടോ. കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഊറ്റിയെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ മീൻ വറുത്തതും പിന്നെ ഇത്തിരി അച്ചാറും ഉണ്ടായിരുന്നു. ശ്രീകുട്ടനും ഞാനും ഭാഗ്യനും കൂടിയിട്ട് ലക്കി ഭാസ്കർ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു. അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. മുടിയൊക്കെ വെട്ടി കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടണം എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക ടാറ്റു ഒക്കെ ചെയ്തത് ആൻറ്റിയുടെ സജഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം വളരെ മനോഹരമായും പ്രൊഡക്റ്റീവായും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ശ്രീജ.